വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു വീഡിയോ എടുക്കണം എന്ന ഒരു തയ്യാറെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ കുടുംബത്തോടൊപ്പം പാർക്കിൽ നടക്കാനായിട്ടും ബാഡ്മിൻ്റനൊക്കെ ഒന്ന് കളിക്കാനായിട്ട് എത്തിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ചുറ്റുപാട് കണ്ടപ്പോഴത്തേക്ക് ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. ഇതൊരു ഉപദേശമോ വാല്യൂസോ ഷെയർ ചെയ്യാനായിട്ടുള്ള സ്പേസ് ഒന്നുമല്ല. നമ്മൾ രാവിലെ പ്രത്യേകിച്ചും ഈ ഗൾഫ് കൺട്രീസിൽ രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് AC ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ AC-യുടെ തണുപ്പിനുള്ളിൽ നമ്മൾ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കംഫർട്ട് സോണിലേക്ക് പോകും. AC-ക്കകത്തിരിക്കാനും രാവിലെ ഭക്ഷണം കഴിക്കാനും തുടർന്ന് അവിടെ തന്നെ ആയിരിക്കുവാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ ആ കംഫർട്ട് സോൺ ഭേദിച്ചിട്ട് പുറത്തുള്ള ഏതെങ്കിലും ഒരു പാർക്കിലോ സൂര്യപ്രകാശേക്കാനും തണുപ്പ് മനസ്സിലാക്കാനുമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിനൊരു ചേഞ്ചസ് ഉണ്ടാവാനുള്ള സാധ്യതയാണ്. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തുകയും ഈ പാർക്കിൽ ഒന്ന് നടക്കുകയും അതിനുശേഷം വൈഫിനോടൊത്തൊരു ബാഡ്മിൻ്റൺ ഗെയിം കളിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് മനസ്സിനൊരു സ്പെഷ്യൽ മാറ്റം. ആ മാറ്റത്തിൽ നമുക്ക് കൂടുതൽ ഇനീഷ്യേറ്റീവ്സ് എടുക്കാനും ചിന്തിക്കാനും എഴുതാനും വായിക്കാനും അടുത്ത ആഴ്ചത്തേക്കുള്ള നമ്മളുടെ തയ്യാറെടുപ്പുകൾ നടത്താനും ഒക്കെയുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവ്സ് എടുക്കാനായിട്ടുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടും. അപ്പം ഞാൻ ആലോചിച്ചു, എന്തായാലും എല്ലാവരും അവരവരുടേതായിട്ടുള്ള മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങളും ചിന്തകളും ഒക്കെ പങ്കുവയ്ക്കുന്ന സാമൂഹ്യ മാധ്യമ ഇടങ്ങളിൽ എൻ്റെ ഇന്നത്തെ അനുഭവവും അതിലൂടെ മറ്റാർക്കെങ്കിലുമൊക്കെ ഒരു പ്രചോദനമാവത്തക്ക രീതിയിൽ അതിനെ പങ്കുവയ്ക്കുകയും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതൊരു നല്ലതാണെന്ന് തോന്നി. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചുറ്റുപാടും ഇങ്ങനെ നോക്കുമ്പോൾ ഈ മരുഭൂമിയിലും വളരെ ഭംഗിയും പച്ചപ്പേറിയതും ആയിട്ടുള്ള ഒരു ചുറ്റുപാടിലിരുന്ന് നിന്നിൻ്റെ പ്രഭാതത്തെ നോക്കിക്കാണുമ്പോൾ മനസ്സിലൊരു കുളിർമ, മനസ്സിൽ സ്വയം ഒരു പ്രചോദനം ഉണ്ടാവുന്നു. നാളേക്കുള്ള തയ്യാറെടുപ്പുകൾക്ക് ഇതൊരു മുതൽക്കൂട്ടാവുന്നത് പോലെ തോന്നുന്നു. നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് നമ്മളുടെ ചുറ്റുപാടിലേക്ക് ഒന്നിറങ്ങി ചുറ്റുപാടിനെ നിരീക്ഷിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുമ്പോൾ അതൊരു വേറിട്ട അനുഭവമായി മാറും. നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം പങ്കിടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല ഒരു ദിനം നേരുന്നു. ബൈ. ജിതിൻ.